ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എനിക്ക് നല്ലൊരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ പറയുന്ന പേര് ചെമ്പല്ലി അല്ലെങ്കിൽ കണ്ണമ്പോള എന്നാണ്. വേറെ പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യേണ്ട വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പം ഈ മീൻ വാങ്ങാൻ മെയിൻ കാരണം ഇതാണ് കേട്ടോ. വീട്ടിൽ പോയപ്പോൾ അമ്മ രണ്ട് മരിച്ചിനി തന്നു വിട്ടു. ഇവിടെ മരിച്ചിനി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം മരിച്ചിനി തന്നു വിട്ടു. അപ്പം ഞാൻ എന്തായാലും മരിച്ചിനി ഉണ്ടെങ്കിൽ മീനും കൂടെ വേണമല്ലോ. അപ്പം മീൻ കടയിൽ പോയപ്പോഴത്തേക്കും ഇതിരിക്കുന്നുണ്ട്. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം പിന്നെ ആ മീനും കൂടെ അങ്ങ് വാങ്ങിച്ചു. ഇത് ഇത്തിരി കട്ട് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ വറുക്കാനും കറി വയ്ക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പറമ്പിൽ അവരുടെ കൃഷി ഇത് അതായത് മരിച്ചിനി കൃഷിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കൊടുത്തതെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടെണ്ണം എടുത്തിട്ട് വന്നു. എനിക്ക് വലിയ താല്പര്യക്കുറവാണ്. ഞാൻ അങ്ങനെ വലുതായിട്ട് ഈ മരിച്ചിനൊന്നും കഴിക്കാറില്ല. പക്ഷേ ഇതിനോട് ഇഷ്ടമാണ് കേട്ടോ. നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് വെന്ത് നല്ല മഷി പോലെ ആവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാനത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ്. നിങ്ങൾ കണ്ടല്ലോ. അത് കഴുകി എടുത്തതിന് ശേഷം ഞങ്ങളിവിടെ വട്ടത്തിലാണ് അരിയണം കേട്ടോ. ഇത് കറി വയ്ക്കാൻ വേണ്ടി വട്ടത്തിലരിയും. അതെല്ലാം പുഴുങ്ങാൻ വേണ്ടിയാണെങ്കിൽ കുറച്ചുകൂടെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കും. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് ഒന്നും കൂടെ കഴുകിയതിന് ശേഷം ചെറിയൊരു പാത്രത്തിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പാത്രത്തിൽ വെച്ച് ഗ്യാസ് കത്തിച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഇതൊന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്ത് നല്ല മഷി പോലെയാവും. ഈസി ആയിട്ടുള്ള പെട്ടെന്ന് കറി വയ്ക്കാൻ പറ്റുന്ന ഒരു കപ്പയാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ അതിലോട്ട് വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ജീരകം, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതേ ഉള്ളൂ. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, നല്ല മഷി പോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മരിച്ചിനി അല്ലെങ്കിൽ കപ്പ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രിയ താരമായ മീൻ നമുക്ക് കറി വെച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പച്ചയ്ക്ക് അരച്ചാണ് വയ്ക്കുന്നത്. ഈ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വറുത്തരച്ച് വയ്ക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പച്ചയ്ക്ക് അരച്ചും വറുത്തരച്ച് ഇത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, ഉലുവ, പച്ച ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. അളവ് കൂട്ടി കൊടുക്കാൻ കുഴപ്പമില്ല, ഞാൻ എൻ്റെ എരിവിനനുസരിച്ച് എടുത്തതേ ഉള്ളൂ. ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, അതിന് ആവശ്യത്തിന് പുളിയും കൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ പിന്നീടും പറയുവാണ്, ഞാൻ പച്ചയ്ക്ക് അരച്ചാണ് വെച്ചത്. ഇതെല്ലാം ഒന്ന് വറുത്തരച്ച് വെച്ചാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ്. ചിലർക്ക് പച്ചയ്ക്ക് അരച്ച് വയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് വറുത്തരച്ച് വയ്ക്കുന്നത് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ എനിക്കിവിടെ പച്ചയ്ക്ക് അരച്ച് വയ്ക്കാനാണ് ഇഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതിയാണ് ഇട്ട് കൊടുത്തത്, പകുതിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ ചേർത്ത് കൊടുക്കാം, മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. ഒരു രക്ഷയില്ല, കിടിലൻ ടേസ്റ്റായിരുന്നു. കപ്പയോട് നല്ലൊരു മാച്ചിങ് ആയിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അത് തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് കുറുകി വന്നാൽ മതിയാവും. അപ്പോൾ അത് ആ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ചോറ് കഴിക്കാൻ പോവാണ്. അപ്പം ചോറ്, നമ്മുടെ ചെമ്പല്ലി മീൻകറി, കപ്പ, പിന്നെ കോവയ്ക്ക വിഴുക്ക് വരട്ടി, മത്തി വറുത്തത്, പിന്നെ അതിൻ്റെ കൂടെ അവിയലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ചോറ് ഞാൻ കുറച്ച് എടുത്തോളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി അടിപൊളി ഒരു ഊണായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെമ്പല്ലി മീൻ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.